പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ സഭായോഗ മധ്യേ വായിച്ച തിരുവചന ഭാഗം 119 സങ്കീർത്തനം അതിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 119 സങ്കീർത്തനം മുഴുവനും കർത്താവിൻ്റെ നിയമത്തെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തനായ മനുഷ്യൻ ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം എന്താണ്, ദൈവത്തിൻ്റെ വചനം എത്രത്തോളം ഉന്നതമാണ്, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഫലം എന്താണ്, അല്ലെങ്കിൽ താൻ കഷ്ടതയിലായിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ കാരണമായി തീർന്നത് എന്ന അർത്ഥത്തിൽ ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, ദൈവവചനത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അതിൻ്റെ 17 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, ജീവിച്ചിരിക്കേണ്ടതിന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ വചനം പ്രമാണിക്കാം, എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലും അനുകൂലമായൊരു സാഹചര്യം ഒരുക്കി തരേണ്ടത് ആവശ്യമാണ്. എങ്കിലല്ലേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും ഒക്കെ പറ്റുകയുള്ളൂ. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ പൂഴി നിന്നെ സ്തുതിക്കുമോ? ഒരിക്കലുമില്ല അല്ലേ? ജീവിച്ചിരിക്കുന്നവർ മാത്രമാണ് അങ്ങയെ സ്തുതിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പകർന്ന് നമ്മുടെ ജീവിത നിലവാരത്തെ കുറിച്ച് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തോട് പറയാം, എന്താണ് ഡിമാൻഡ് ചെയ്യേണ്ടത്? എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ കർത്താവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ കഴിയും എന്നുള്ളതാണ് സങ്കീർത്തനക്കാരന്റെ ആദ്യത്തെ പ്രസ്താവന. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്, 18 വാക്യം: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമായൊരു പ്രാർത്ഥനയാണ്. കാരണം സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം രചിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ന്യായപ്രമാണമാണ് ദൈവവചനമായിട്ടിരുന്നത്. ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. നമുക്കൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഇത് വായിക്കുന്നതും പഠിക്കുന്നതും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായി തീരുമാനിടയായിത്തീരും. നമുക്കതൊന്ന് വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എടുത്തു വയ്ക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 മുതൽ 17 വരെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ എഫെസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ അകക്കണ്ണുകളെ പ്രകാശിക്കണമേ, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട തിരുവചന സത്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കാരണം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് എന്തിനെന്നും, നമ്മുടെ അധികാരം എന്തെന്നും, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ എന്തെന്നും, നമ്മുടെ ലക്ഷ്യം എന്തെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇത് എഴുതി തന്നിരിക്കുക. പക്ഷെ എഴുതി തന്നത് കൃത്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച റിസൾട്ട് ദൈവത്തിന് കിട്ടുകയില്ല. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15-17 വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം മടങ്ങിയിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എലീശ പ്രവാചകന്റെ കാലത്തുണ്ടായൊരു ചരിത്ര സംഭവമാണ്. എലീശ പ്രവാചകനും തൻ്റെ ഭൃത്യന്മാരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ
ചുറ്റും സൈന്യം വളഞ്ഞിരിക്കുന്നത് കാണുകയാണ്, ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നതായി കാണുകയാണ്. അവിടെ തന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ നിലവിളിക്കുകയാണ്. ഞങ്ങളെ ഇപ്പോൾ ഈ ശത്രുക്കൾ കൊന്നുകളയുമല്ലോ എന്നുള്ള ഭീതി അവരെ പിടിച്ചപ്പോൾ അവരവിടെ നിലവിളിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് താഴേക്ക് വായിക്കുന്നത്. താഴേക്ക് വായിക്കാം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ കാണുന്ന കാഴ്ച? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഇവരുടെ കണ്ണുകളെ ഒന്ന് തുറന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തെ ഒന്ന് കാണുവാനുള്ള ഒരു കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. നോക്കിയപ്പോൾ ഇതാ ഈ മലയ്ക്ക് ചുറ്റും അഗ്നിമയ രഥങ്ങളോടുകൂടെ ദൈവത്തിന്റെ സ്വർഗീയ സൈന്യങ്ങൾ, ഒരു വലിയ സൈന്യത്തിന്റെ പ്രൊട്ടക്ഷനിലൂടെയാണ് ഈ പ്രവാചകനും അല്ലെങ്കിൽ പ്രവാചകന്റെ ഗണവും കടന്നുപോയത് എന്നുള്ളത് പ്രവാചകന് മനസ്സിലായപ്പോൾ തന്റെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ നിലവിളിച്ചത്, അല്ലേ? ചുറ്റും വളഞ്ഞ മാനുഷിക സൈന്യത്തെക്കാൾ ഉപരിയായിട്ടുള്ള സ്വർഗീയ സൈന്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു ഏലീശ പ്രവാചകനും ഈ ശിഷ്യഗണവും. എന്നാൽ അത് കാണുവാനുള്ള കണ്ണ് ഇവർക്കുണ്ടായില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളും. നമ്മുടെ ജീവിത അവസ്ഥകളിൽ നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ അതിന്റെ നടുവിൽ കിടന്ന് നിലവിളിക്കാനിടയായിത്തീരും, അല്ലെ? പക്ഷേ നാം ആരെന്നും നമുക്ക് ചുറ്റുമുള്ള സംരക്ഷണം എന്തെന്നും ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലാണ് നാം എന്നും കാണണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഇവിടെ കരുതുവാൻ വിശ്വസ്തനാണെന്നും കാണണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അല്ലെങ്കിൽ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്റെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആഴങ്ങളും സത്യങ്ങളും നാം എന്ന് ദൈവവേദനായിരിക്കുമ്പോൾ, അല്ലേ, ഇന്ന് ലോകത്തോട് പറയുകയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർക്കത് കേട്ട് അംഗീകരിക്കുവാൻ കഴിയണമെന്നില്ല. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ പൈതലുകളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ സംരക്ഷണം എന്തെന്ന്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇതാ വെള്ളം കണ്ടു, പക്ഷേ വെള്ളം കുടിച്ചപ്പോൾ അത് കയ്പായിട്ടിരിക്കുകയാണ്. ഈ കയ്പുള്ള വെള്ളത്തിന്റെ മധ്യ നിന്നുകൊണ്ട് ഈ ജനം പിറുപിറുക്കുകയാണ്. ആരാണ് പിറുപിറുക്കുന്നത്? ഈജിപ്തിൽ 10ഓളം അത്ഭുതങ്ങളെ കണ്ട് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ കണ്ട് ദൈവത്തിന്റെ ശക്തിയും മഹത്വവും അറിഞ്ഞ ഈ ജനമാണ് കുടിവെള്ളത്തിന്റെ മുൻപിൽ വന്നപ്പോൾ അവർക്കത് കുടിക്കാൻ കയ്പായി തീർന്നപ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയാണ്. ആ പ്രതിസന്ധിയുടെ മുൻപിൽ മോശയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ വെള്ളത്തെ, കയ്പുള്ള വെള്ളത്തെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പോലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയാതെ പോയി, അല്ലേ? എന്നാൽ ആ മോശയ്ക്കറിയാം, ചെങ്കടലിന്റെ മുൻപിൽ നിന്നപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയിലൂടെ ദൈവം ഞങ്ങളെ മുന്നോട്ട് നടത്തിയതാണ്, അല്ലേ? അപ്പൊ മോശയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഈ കയ്പുള്ള വെള്ളമാണല്ലോ, ഇതിനെ ഒരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മോശയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഈ ജനത്തിന്റെ പിറുപിറുപ്പിന്റെ നടുവിൽ മാനുഷികമായിട്ടുള്ള ചിന്താഗതികൾ കടന്നു വന്നപ്പോൾ മോശയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? അവിടെ ഒരു തടിക്കഷ്ണം ദൈവം കാണിച്ചു കൊടുത്തു, ഒരു മരക്കമ്പ് കാണിച്ചു കൊടുത്തു, അതിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ 6 ലക്ഷം പുരുഷന്മാരും അല്ലെങ്കിൽ അവരുടെ കുട്ടികളും കുഞ്ഞുങ്ങളും അടക്കുന്ന ഒരു 10-20 ലക്ഷം പേര് ആ വെള്ളത്തിന്റെ മുൻപിൽ പ്രതിസന്ധി വന്നപ്പോൾ ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ദൈവത്തിന് എന്താ വേണ്ടി വന്നുള്ളൂ? ഒരു ചെറിയ തടികഷ്ണത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മോശയ്ക്കോ ഈ 6 ലക്ഷം പേർക്കോ ഇതൊന്നെടുത്ത് വെള്ളത്തിലിട്ടാൽ ഞങ്ങളുടെ പ്രശ്നം തീരുമെന്ന് അറിയുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിക്ക് പ്രകാശമായിരുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ ആന്തരിക നേത്രം ഒന്ന് പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശയൊന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ പൗലോസ് ഒരു സമയത്ത് മരണത്തിൽ അകപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്നു. ആ സമയത്ത് പൗലോസ് പറയുകയാണ്, ഈ മരണഭയം ഉണ്ടായത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിന് ആശ്രയിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിലും സഭായോഗമാണല്ലോ, പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുന്നോട്ട് എന്ത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലൊന്നും കാണുന്നില്ല, അല്ലേ?
പക്ഷേ ദൈവം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ഈ വചനത്തിലെ ആഴങ്ങളും സത്യങ്ങളും കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഈ സങ്കീർത്തനക്കാരന് അറിയാം, കാരണം ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെ നടുവിലും ദൈവം ഇദ്ദേഹത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ യുദ്ധത്തിന് പോകണമോ? നീ പോയിക്കോ, നിന്നെ ഞാൻ വിജയിപ്പിക്കും. ഞാൻ ഇന്ന വഴിക്ക് പോകണമോ? നീ ഇന്ന വഴിക്ക് പോകണ്ട, ഇന്ന വഴിക്ക് പോയാൽ മതി. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ജീവിതത്തിന്റെ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇടപെട്ടതിന്റെ ഓർമ്മയൊക്കെ സങ്കീർത്തനക്കാരനുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം, ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കയ്യിൽ വഴിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവമേ, എനിക്ക് ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന അടുത്ത പടി എന്താണെന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് ഏറ്റെടുക്കുവാനും ശ്രദ്ധയോടെ കേട്ട് ഇന്നതാണ് ദൈവം ആഗ്രഹിച്ചത്, പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വരികയാണ്. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളിലും ഒക്കെ, അല്ലെങ്കിൽ താനൊരു നിന്നാപാത്രമാകുന്നതും പരിഹാസ വിഷയമായി തീരുന്നതും ഒക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പറയുകയാണ്, ദൈവത്തിന്റെ വചനം അത് പ്രമാണിക്കേണ്ടതിന് എനിക്ക് ജീവൻ തരണം, അപ്പോൾ തന്നെ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്. സ്വയമായി ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ആശ്വസിക്കുന്ന ഒരു ദൈവദാസൻ ഇവിടെ കാണുകയാണ്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ കാതലായിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ എന്നുള്ളൊരു തലക്കെട്ടാണ് നമ്മുടെ ഈ മെസ്സേജിന് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിൽ വലുതാകുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മനുഷ്യന്റെ വാക്കിനേക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവത്തിന്റെ വാക്ക്. താഴേക്ക് വായിക്കാം. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാത്തവരെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ കള്ളം പറയുന്നവനാക്കുകയാണ്. അല്ലെ? ദൈവം നമ്മളോടൊരു കാര്യം സംസാരിച്ചു, അപ്പൊ നമ്മളത് വിശ്വസിക്കുന്നില്ല, അത് തള്ളിക്കളയുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം കള്ളം പറയുന്നവനാണ് എന്ന് ഞാൻ പറയുന്നതിന് തുല്യമാണ് എന്ന്. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം അനുസരിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അസത്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് ദൈവത്തിന്റെ വചനം തള്ളിക്കളയുന്നത്. ഞാൻ പറഞ്ഞതിന് സാധനം മനസ്സിലായോ? അതായത് മനുഷ്യന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം എത്രയോ കൂടുതലായി സ്വീകരിക്കേണ്ടതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം അത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് ദൈവം അസത്യവാദിയാണ്, അതുകൊണ്ട് ഞങ്ങളത് കേൾക്കുകയില്ല, നീ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തെ അസത്യവാദിയാക്കിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യന്റെ സാക്ഷ്യം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? പക്ഷെ ഇവിടെ പറയുകയാണ്, അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തെ കള്ളം പറയുന്നവനാക്കുകയാണ്. ദൈവമേ, നീ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ സ്വീകരിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. എൻ്റെ ആലോചനക്കാര് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പല ആലോചനക്കാരുണ്ടല്ലേ. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആലോചനക്കാര് ദൈവത്തിന്റെ സാക്ഷ്യങ്ങളാണെന്ന്. എനിക്ക് ആലോചന പറഞ്ഞു തരുന്നത് ആരാ? മനുഷ്യനാണോ? സംഘടനയാണോ? നേതാക്കന്മാരാണോ? അല്ല, എനിക്ക് ദൈവമാണ്. ദൈവത്തിന്റെ സാക്ഷ്യങ്ങളാണ് ഉപദേശകന്മാരായിട്ടിരിക്കുന്നത് എന്നാ പറയുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം നമ്മളോട് പറയുമ്പോൾ
അത് തള്ളിക്കളഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ വചനങ്ങളെ തള്ളിക്കളയുന്നവൻ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്നാ പറയുന്നത്. ദൈവമേ, നീ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാ പറയുന്നത്. പക്ഷേ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, നിന്റെ വചനങ്ങളും സാക്ഷ്യങ്ങളുമാണ് എനിക്ക് ഏറ്റവും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദവും എനിക്ക് ആലോചന പറഞ്ഞു തരുന്നതും ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആലോചനയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിനെ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേലിന്റെ രാജാവായ ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി സാമുവേലിനെ അയക്കുമ്പോൾ അവിടെ ഏലിയാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് സാമുവേൽ. ഇദ്ദേഹത്തെ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും നല്ല ഉയരവും പൊക്കവും വണ്ണവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവന്റെ സൗന്ദര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ബാഹ്യമായ ലക്ഷണം കണ്ടിട്ട് സാമുവേൽ പറയാണ്, ഇവനായിരിക്കും ദൈവത്തിന്റെ അഭിഷിക്തൻ. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? ഞാൻ അവനെ നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, മനുഷ്യൻ കാഴ്ചയിൽ കാണുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ദൈവം എന്താണ് ചെയ്യുന്നത്? കാണുന്നത് പോലെയല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം അവരുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, മാനുഷികമായ കണ്ണുകൊണ്ട് അതിനെ വിലയിരുത്തും. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കേൾവിയാൽ ഒരുവരെ നമ്മൾ വിലയിരുത്തി പോകും. അപ്പോൾ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും ഭൂമിക്ക് മുകളിൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അങ്ങനെ ഉന്നതമാണ് ദൈവത്തിന്റെ ചിന്തകൾ എന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. മനുഷ്യന്റെയും ദൈവത്തിന്റെയും ചിന്തകൾ, ഇവിടെ പറയുന്നു ദൈവത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ദൈവത്തിന്റെ സാക്ഷ്യം ഏറ്റവും സന്തോഷകരമായിരിക്കണം. ആ സാക്ഷ്യമായിരിക്കണം നമ്മുടെ ആലോചനക്കാര്, ദൈവവചനമായിരിക്കണം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ വായിക്കുകയാണ്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടതയുടെയും ഞെരുക്കത്തിന്റെയും അപ്പം തന്നാലും വെള്ളം തന്നാലും നിന്റെ സൃഷ്ടാവിന്റെ കണ്ണുകൾ നിന്നെ മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 20-ാം വാക്യം വായിക്കുകയാണ്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുന്നില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നമുക്ക് മനപ്രയാസത്തോടുകൂടെ ദൈവം നമ്മളെ കാണുന്നില്ലേ എന്നുള്ള ചിന്തയോടുകൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അല്ലേ? എന്നോട് പലരും അത് പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊരു തെറ്റുകാരനല്ലല്ലോ, എന്നിട്ടും ദൈവം എന്തേ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പം മാത്രം തന്നാലും, അല്ലെ? നമ്മുടെ സഭയിലും കഷ്ടതയുടെ അപ്പം മാത്രം ഭക്ഷിച്ച് ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, അല്ലെ? ഒരു ആശ്വാസത്തിനൊരു വാക്കൊന്നും കാണുന്നില്ല, അല്ലെ? പക്ഷെ ദൈവം പറയുകയാണ്, എൻ്റെ കണ്ണുകൾ നിങ്ങളിൽ നിന്നും മാറുന്നില്ല. ഈ കഷ്ടതയുടെ നടുവിലും ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, വലത്തോട്ട് പോകുമ്പോൾ, ഇടത്തോട്ട് പോകുമ്പോൾ ഇതിലേ പോവുക, ഇതേ പോവുക എന്നുള്ള ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കഷ്ടതയുടെ നടുവിലും ദൈവം പറയുന്നതിന് ചെവി കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം പോകേണ്ടുന്ന വഴിയിലൂടെ നമ്മൾ നടത്തുവാൻ ഇടയായിത്തീരും. കഷ്ടമായിരിക്കാം, അല്ലെ? കഷ്ടതയില്ലാതൊരു ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമുക്ക് നോക്കുമ്പോൾ ദാവീദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓടി വരുന്നത് ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ളൊരു പദവിയാണ്, അല്ലേ? എന്നാൽ ഇസ്രായേലിന്റെ രാജാവാകുവാൻ വേണ്ടി ഇവനെ അഭിഷേകം ചെയ്തിട്ട് പോലും ആ രാജപദവിയിൽ ഇരിക്കാൻ കഴിയാതെ ശൗലിനെ പേടിച്ച് കാട്ടിലൂടെയും മലകളിലൂടെയും പലായനം ചെയ്തൊരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരണത്തിനും ജീവനുമിടയിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ദാവീദ് പറയുകയാണ്, എന്നെങ്കിലും ഞാൻ ശൗലിന്റെ കൈയാൽ മരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള അവിശ്വസ്തതയുടെ വാക്കുകളൊക്കെ നമ്മൾ ഇന്ന് പുറപ്പെടുമല്ലേ, അല്ലേ? ദൈവത്തിന്റെ അഭിഷേക തൈലം വീണ ദാവീദ് പറയുകയാണ്, എന്നെങ്കിലും ഞാൻ ശൗലിന്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വരും.
അല്ലേ? ഇങ്ങനെയുള്ള അവിശ്വസ്തയുടെ വാക്ക് ദൈവത്തിന്റെ അഭിഷിക്തരായ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നമ്മെക്കുറിച്ച് നമ്മൾ പറയുകയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം തീരുമാനടിയായി തീരും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്റ്റേജിലേക്ക് വരും എന്ന് ഒരുപക്ഷെ കഷ്ടതയുടെ നടുവിൽ അവിശ്വസ്ത വാക്കുകൾ നമ്മളിൽ നിന്നും പുറപ്പെടാം. ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായോ? ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സാറായുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അവിശ്വസ്തയുടെ വാക്കുകൾ ഒത്തിരി ദൈവം പറയുന്ന സാക്ഷികളെ സ്വീകരിക്കാതെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? പക്ഷേ ദൈവം പറയുകയാണ്, ഈ കഷ്ടതയുടെ അപ്പം തന്ന് നിങ്ങളെ പറഞ്ഞയച്ചാലും എൻ്റെ കണ്ണുകൾ നിങ്ങളെ വിട്ടുമാറുന്നില്ല, എൻ്റെ ആലോചന നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ കൃത്യമായി ദൈവം അത് പറഞ്ഞു തരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ അദ്ദേഹം പറയുകയാണ്, നിന്ദയും അപമാനവും എന്നോട് അകറ്റണമേ എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ദയും അപമാനവും ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ 23-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. അപ്പോൾ ഈ സങ്കീർത്തനക്കാരനെതിരെ പ്രഭുക്കന്മാരിരുന്ന് എന്ത് പറയുകയാണ്? അവനെതിരെ സംഭാഷിക്കുകയാണ്. എങ്കിലും അദ്ദേഹം പറയുകയാണ്, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ പറയുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് 23-22 വാക്യങ്ങളിൽ പറയുന്നത്. നിന്ദയും അപമാനവും തനിക്ക് വിരോധമായി സംസാരിക്കുന്നതും താൻ കേൾക്കുകയാണ്, അല്ലേ? കർത്താവിനെ അറിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്നാണ് ഇവിടെ പൊതുവെ പറയുന്നത്, അല്ലേ? കർത്താവിനെ അറിഞ്ഞാൽ അന്ന് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് എൻ്റെ അനുഭവം. വചനത്തിന്റെ പൊരുളും അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് വചനത്തിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ നടുവിലും, ഈ കഷ്ടതയുടെ നടുവിലും ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, ഞാൻ നിന്നെ കാണുന്നുണ്ട്, നീ പോകുന്ന വഴികളിൽ നിന്നെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ് പറയുന്നത്. സങ്കീർത്തനം 119-71-72 വാക്യങ്ങളിൽ പറയുകയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ബൈബിൾ കോളേജിൽ പോയത് എനിക്ക് കാരണമായി എന്നല്ല പറയുന്നത്, കഷ്ടത വന്നത് എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കാരണമായി. അതിന്റെ 67-ാം വാക്യത്തിൽ പറയുകയാണ്, കഷ്ടതയിലാകും മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നു. അപ്പോൾ ഈ കഷ്ടതയിൽ ആകുന്നതിന് മുൻപേ ഞാൻ തെറ്റിക്കിടന്നവനായിരുന്നു. കഷ്ടത വന്നപ്പോഴാ കൃത്യമായിട്ടുള്ളൊരു റൂട്ടിലേക്ക് വന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില വാക്കുകളെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ദൈവത്തിന്റെ വചനം അഗ്നിയാണ്, ദൈവത്തിന്റെ വചനം പാലാണ്, കട്ടിയുള്ള ആഹാരമാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, വിത്താണ്, വാളാണ്, ആഹാരമാണ്, കണ്ണാടിയാണ്. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും നമുക്ക് ആവശ്യമായ നിലകളിൽ ദൈവവചനം എന്തായി തീരണമോ അങ്ങനെ ആയിക്കൊണ്ട് നമ്മളോട് ഇടപെടുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായ ദൈവമാണ്, അല്ലേ? ചിലർക്ക് പാല് കുടിക്കാനേ കഴിയുകയുള്ളൂ, ദൈവത്തിന്റെ വചനം പാലാണ് എന്നാണ് പറയുന്നത്. ചിലർക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ പറ്റും, അത് ദൈവത്തിന്റെ വചനത്തിൽ, അങ്ങനെയുള്ളൊരു ആഹാരവും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഇപ്പൊ വ്യത്യസ്തമായ നിലയിൽ നമ്മുടെ മനോനില മനസ്സിലാക്കി, നമ്മുടെ പക്വതയും പ്രായവും മനസ്സിലാക്കി, നമ്മുടെ ഹൃദയ നിലവാരം മനസ്സിലാക്കി ഏത് നിലയിലും ഇടപെടുവാൻ ദൈവത്തിന് കഴിയും. ഇനി ഇവിടെ പറയുകയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുകയില്ല എന്ന് പറയുന്ന ആളുകളുടെ ഹൃദയത്തെ തല്ലി പൊട്ടിച്ച് നേരെ ചൊവ്വയാക്കുവാനും ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് സാരം. അപ്പോൾ തന്നെ പറയുന്ന ദൈവത്തിന്റെ വചനം അഗ്നിയാണ് എന്ന് പറയുകയാണ്, അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് ഇടപെട്ടിട്ടൊന്നും നേരെയാകാത്തവർക്ക് ദൈവം അഗ്നിയായി വെളിപ്പെടുവാനിടയായി തീരും. ആ കഷ്ടതയുടെ തീച്ചുളയിൽ കടന്നവൻ നന്നാകുവാനിടയായി തീരും. അപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് സമാധാനത്തിൽ വരുന്നതോ അത് വടിയുമായി വരുന്നതാണോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ദൈവത്തിന്റെ വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്, അഗ്നിയാണ്, പാലാണ്, കട്ടിയുള്ള ആഹാരമാണ്. താഴേക്ക് പറയുകയാണ്, അത് വിത്താണ്, അത് വാളാണ്, അല്ലേ? വാള്
ദൈവം പട്ടണിയും ക്ഷാമവും വാളും നമ്മുടെ ഇടയ്ക്കിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി വാളിന്റെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലോ, അല്ലെ? ഇതെല്ലാം ദൈവവചനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകളാണ്. പിന്നെ പറയുകയാണ് വചനം കണ്ണാടിയാണ്. കണ്ണാടി. നമ്മൾ എന്തിനാ കണ്ണാടി ഉപയോഗിക്കുന്നത്? നമ്മുടെ മുഖത്ത് നോക്കുവാൻ, അല്ലെ? നമ്മുടെ മുഖം വൃത്തിയാണോ വൃത്തികേടാണോ എന്നൊക്കെ മനസ്സിലാക്കുവാൻ കണ്ണാടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം കണ്ണാടിയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആന്തരിക മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ നിലകളിൽ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ സ്വീകരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും. ഈ 2 അടയാളങ്ങളും അവർക്ക് വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ സാക്ഷ്യം സത്യവേദപുസ്തകത്തിലാണ് ഇപ്പോൾ പറഞ്ഞ വാക്ക് വായിച്ചു കേട്ടത്. എന്നാൽ POC ബൈബിളിൽ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിന്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും. ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിലൊഴിക്കുക. നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവം മോശയെ അയക്കുകയാണ്. മോശയെ അയക്കുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, നീ ചില കാര്യങ്ങളെ അവരുടെ സാക്ഷ്യത്തിനായി ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ദൈവം പറഞ്ഞു, ഒരു പ്രാവശ്യം നീ പറഞ്ഞത് നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കാതെ വന്നാൽ രണ്ടാമതൊരു കാര്യവും ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ്. അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം അവർക്ക് ദൈവം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അവർ കേട്ടിരിക്കണം. അല്ലെ? നമ്മൾ ആരെ കുറിച്ചും കേൾക്കാത്തവനിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കുമെന്ന് റോമാലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവം ഈ ജനത്തോട് തന്റെ സാക്ഷ്യങ്ങളെ അറിയിക്കുകയാണ്. ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ ഞാൻ വന്നുവെന്നും സാക്ഷ്യം കേൾപ്പിക്കുകയാണ്. ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ രണ്ടാമത് കൂടി നീ എന്ത് ചെയ്യണം? നദിയിലെ വെള്ളമെടുത്ത് കരയിലൊഴിക്കണം, അത് രക്തമായി തീരും. ഇങ്ങനെ വലിയ ഒരു സാക്ഷ്യം നീ ജനത്തിന്റെ മുൻപിൽ കൊടുക്കണം എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവത്തിന് തന്നെ അറിയാം, ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, രണ്ടാമത് സാക്ഷ്യം പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കണമെന്നില്ല. അപ്പോൾ തുടർ നടപടികൾ ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അല്ലെ? ഒരുപക്ഷെ ശമൂവേൽ പോലും ബാലനായിരിക്കുമ്പോൾ ദൈവം വിളിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഇത് ദൈവശബ്ദമാണോ അല്ലെങ്കിൽ ഏലി പുരോഹിതന്റെ ശബ്ദമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കാതെ കഴിയാതെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? കൂടെ കൂടെ ആ സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇവിടെ മോശയുടെ ജീവിതത്തിൽ ദൈവം മോശയിലൂടെ ഈ ജനത്തോട് സാക്ഷ്യം പറയുകയാണ്. 1-2 സാക്ഷ്യങ്ങളെ പറഞ്ഞപ്പോൾ, കാര്യങ്ങളെ മോശയോട് ദൈവം ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഈ ജനം അത് വിശ്വസിച്ചു. അങ്ങനെയാണ് ഒരു പുറപ്പാടിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് മോശയോട് പറഞ്ഞു, ഈ സാക്ഷ്യം അവർ സ്വീകരിക്കും, സ്വീകരിക്കാതെ വന്നാൽ അടുത്ത നടപടി. മനസ്സിലായോ? നമുക്ക് 1-2 വാക്യങ്ങളോട് ഇത് വായിക്കാം. സംഖ്യാപുസ്തകം 27-14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിൽ അടുത്ത് വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ജോഷുവ മോശയുടെ പിൻഗാമിയായി കാര്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം ഇവിടെ പറയുകയാണ്, സീൻ മരുഭൂമിയിൽ വെച്ച് കാദേശിലെ മെരീബ ജലാശയത്തിനടുത്തിൽ വെച്ച് എന്ത് ചെയ്തില്ല? അവരുടെ മുൻപിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മോശയോട് ദൈവം പറയുകയാണ്, ഈ പാറയോട് കൽപ്പിക്കുക, അത് വെള്ളം പുറപ്പെടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ മോശ എന്താ ചെയ്യുന്നത്? മത്സരികളെ, നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പാറയെ 2 വട്ടം അടിച്ചു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? ദൈവം പറഞ്ഞ സാക്ഷ്യം അങ്ങനെ തന്നെ പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഇത് ഏൽപ്പിക്കുന്നവർക്കുണ്ട്.
ശുശ്രൂഷകന്മാർക്കുണ്ട്. കാരണം എന്താ? ദൈവം എന്താണോ ചെയ്യാൻ പറഞ്ഞത്, പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞത്. പക്ഷെ മോശ എന്താ ചെയ്തത്? പാറയെ അടിക്കുകയാണ് ചെയ്തത്. ഈ ഒരു അനുസരണക്കേട് മൂലം എന്ത് പറ്റി? മോശയ്ക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അത് ആവർത്തന പുസ്തകത്തിലും 32-ന്റെ 51-ാം വാക്യത്തിലും അവിടെ കൃത്യമായി പറയുന്നുണ്ട്. മോശയോട് പറഞ്ഞു, നീ ഈ മലയിൽ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ ദേശത്തെ കണ്ടുകൊള്ളുക. നീ എന്റെ സാക്ഷ്യം കൃത്യമായി സാക്ഷിച്ചില്ല. എന്താ പറഞ്ഞത്? അവരുടെ മുൻപിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം കൊടുത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ശുദ്ധി ചെയ്തെടുത്ത വചനത്തെ നമ്മുടെ വാക്കുകൊണ്ട് മാറ്റി പറഞ്ഞാൽ ദൈവത്തെ അശുദ്ധനാക്കുന്ന പ്രവൃത്തിയാ മോശ ചെയ്തത്. അതുകൊണ്ടാ പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധിക്ക് ചേർന്ന വിധം നീ സാക്ഷ്യം പറഞ്ഞില്ല. മനസ്സിലായോ? പൗലോസ് പറയുന്നില്ലേ, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ വചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. അപ്പോൾ വചനത്തോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. ദൈവം എന്താണോ പറഞ്ഞത്, അറിവില്ലായ്മ ദൈവം ക്ഷമിക്കും. അറിഞ്ഞിട്ടും വ്യക്തിപരമായ താല്പര്യത്തിനോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കോ വേണ്ടി ഈ വചനത്തോട് ദൈവം പറഞ്ഞതല്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോശയോടും ദൈവത്തിന് ഇതേ പറയാനുള്ളൂ, മോശേ നീ കാനാൻ ദേശത്ത് എത്തുകയില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം അത് 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്തതാണ്. അതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനോ ദൈവം മനുഷ്യനെ അനുവദിച്ചിട്ടില്ല. കാരണം എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ദൈവവചനത്തെ നമ്മൾ അശുദ്ധപ്പെടുത്തുകയാണ്, മലിനപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധിക്ക് തന്നെ ചോദ്യചിഹ്നം വിട്ടുകൊടുക്കുകയാണ്. മനസ്സിലായോ? അതാണ് ഉത്തമ തെളിവായി മോശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ദൈവം പറഞ്ഞതെന്താ? പാറയോട് കൽപ്പിക്കുക, ആജ്ഞാപിക്കുക. മോശയ്ക്ക് അത് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ മോശ ചെയ്തതെന്താ? വടികൊണ്ട് 2 അടി കൊടുത്തു. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു എന്ന് തിരുത്തി പഠിപ്പിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വചനം രാജ്യത്തിന്റെ സുവിശേഷത്തിൽ ശരിയായിരുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. അത് രാജ്യത്തിന്റെ സുവിശേഷത്തിലാണ്. എന്നാൽ കൃപയുടെ സുവിശേഷത്തിലോ മറഞ്ഞിരുന്ന മാർമിക സത്യമനുസരിച്ചോ ദൈവം പറയുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല എന്ന് പറയുമ്പോൾ, ജലസ്നാനം ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അതിന് രക്ഷയ്ക്കത് ആവശ്യമില്ല. തന്നെയുമല്ല, പ്രവൃത്തിയുടെ മാനദണ്ഡം മാത്രമല്ല, ദൈവവചനത്തെ വിശ്വസിക്കുമ്പോൾ കൃപയാലുള്ള രക്ഷ നമ്മൾ ഏറ്റെടുത്ത് സൗജന്യമായി ആ വിശ്വാസ രക്ഷ ഏറ്റെടുത്ത് രക്ഷിക്കപ്പെടുവാൻ വിമുഖത കാണിക്കുന്നത് ഒരു തരത്തിലുള്ള അവിശ്വസ്തതയാണ്. ദൈവവചനത്തെ വിശ്വസിക്കാതെ പോകുന്നു എന്നുള്ളതാണ് കൃപയാലുള്ള രക്ഷ ഏറ്റെടുക്കാതെ എന്തെങ്കിലും കൂടി പ്രവർത്തിച്ചാലേ രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൂടി ചെയ്തേ പറ്റൂ, ജലത്തിൽ സ്നാനപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നവർ സത്യത്തിൽ അവർ വിശ്വാസത്താലുള്ള രക്ഷ ഏറ്റെടുക്കുവാൻ കഴിയാതെ പോവുകയാണ്. കാരണം ദൈവത്തിൽ വിശ്വസിച്ചാൽ ആണ് നമുക്ക് ആ രക്ഷ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. വചനം പറയുകയല്ലേ, വിശ്വാസം മൂലം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. ദൈവം ദാനമായ ഒരു രക്ഷ നൽകുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദാനമായി തരുമ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കൂടി മുങ്ങിപ്പൊങ്ങിയേക്കാം എന്ന് പറയുന്നത് ദൈവത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണോ, വിശ്വസിക്കുന്നതിന് തുല്യമാണോ? ഇവിടെ മോശയ്ക്ക് സംഭവിച്ചു നോക്കുക. എന്റെ പരിശുദ്ധിക്ക് കൃത്യമായ സാക്ഷ്യം അവൻ കൊടുക്കായികയാൽ നീ ഇനി കാനാൻ ദേശത്ത് എത്തുകയില്ല എന്ന് മോശയോട് പറയുവാനിടയായി തീർന്നു, അല്ലേ? ഇത് തന്നെയാണ് ശൗലിനോട് പറഞ്ഞല്ലോ, അനുസരിക്കുന്നതാണ് യാഗത്തെക്കാൾ പ്രസാദം, കേട്ട് ശ്രദ്ധിക്കുന്നതാണ് ദൈവവചനത്തിന്റെ മുൻപിൽ കൃത്യമായി അത് കേട്ട് ശ്രദ്ധിച്ചനുസരിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദം. ശ്രദ്ധിക്കുകയോ കേൾക്കുകയോ ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്ത് ദൈവത്തിന് കൊടുത്താൽ ദൈവം അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇത് കൃത്യമായി മനസ്സിലാക്കണം. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ മോശയുടെ ജീവിതത്തിൽ ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഈ മനുഷ്യനെ ദൈവം കനാനിൽ കാലുകുത്തിച്ചില്ല. ദൈവത്തിന്റെ പക്ഷത്ത് മുഖപക്ഷമില്ല എന്നാ പറയുന്നത്. അത് മോശയായാലും കൊള്ളാം, പത്രോസ് ആയാലും കൊള്ളാം, പൗലോസ് ആയാലും കൊള്ളാം, ഇനി മറ്റാരെങ്കിലും ആയിരുന്നാലും കൊള്ളാം, നമ്മളായിരുന്നാലും കൊള്ളാം, ദൈവത്തിന് മുഖപക്ഷമില്ല.
അതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം അത് കാണുവാൻ, അതിന്റെ തിരിച്ചറിവിനായി നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമുക്ക് ചില തെറ്റുകുറ്റങ്ങളും പിഴവുകളും സംഭവിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അങ്ങോട്ടും മാറി എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നേരത്തെ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാ അവൻ എന്ത് ചെയ്യുന്നത്, അവന്റെ ഹൃദയത്തിൽ അത് ഒരു വിധി പ്രസ്താവിക്കുവാൻ അവന്റെ ഹൃദയം പക്വമാകുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾ കാണുന്നത് പോലെയല്ല കാണുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിനൊരു ചിന്തയുമുണ്ട്, ദൈവത്തിനൊരു കാഴ്ചയുമുണ്ട്. നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് കാണാൻ കഴിയും. അങ്ങനെ കാണുന്ന ദൈവം ഒരു കാര്യം പറയുമ്പോൾ, അല്ലേ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ നിങ്ങളോട് സാക്ഷിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ കണ്ടതും കേട്ടതും അറിവുള്ളവരുമായ ദൈവം നമ്മളോട് സാക്ഷിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക. മാനുഷികമായ ബുദ്ധിയോ മാനുഷികമായ കാഴ്ചപ്പാടോ അതിനകത്ത് ആഡ് ചെയ്യുവാൻ ഇടയായി തീർന്നാൽ ആ ദൈവത്തിന്റെ പരിശുദ്ധിക്ക്, ദൈവത്തിന്റെ വാക്കിൽ കളങ്കം ചേർത്തുന്ന ഒരു പരിപാടിയാണ്. മനസ്സിലായോ? അത് ദൈവവചനം അനുവദിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 19:8 വാക്യം, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഹൃദയത്തിന് സന്തോഷവും കണ്ണുകൾക്ക് പ്രകാശവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആജ്ഞകളും കൽപ്പനകളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഈ സങ്കീർത്തന വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണല്ലേ ഹൃദയത്തിന് സ്വസ്ഥതയും കണ്ണിന് കാഴ്ചയും, അല്ലേ? കണ്ണിന് കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഹൃദയത്തിന് അസമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ കിട്ടിയാലും കുടിക്കാൻ കിട്ടിയാലും അതിലൊന്നും വലിയ സന്തോഷമില്ല. കാരണം എന്താ? മനസ്സ് അസ്വസ്ഥമായി പോയി. ഈ അസ്വസ്ഥതയോടുകൂടെ മനസ്സ് കണ്ണുകളെ മങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ആജ്ഞകളും ദൈവത്തിന്റെ കൽപ്പനകളും അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാണ്. ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ കാണുവാൻ തക്കവണ്ണം, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമല്ലേ? നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവത്തിലും മാനുഷികമായി ചിന്തിക്കുകയാണ്, ഇനി മരിച്ചാൽ മതി, ഇനി ഇത് മതി, അല്ലെങ്കിൽ ഇന്നയാളെ എനിക്കൊരു തടസ്സമായി നിൽക്കുകയാണ്, വളഞ്ഞ വഴികൾ മുഴുവനും ചിന്തിക്കുകയാ. പക്ഷേ ഇതിന്റെ അപ്പുറത്തേക്ക്, ഇതിനെ തരണം ചെയ്യുവാൻ ബുദ്ധിയെ കവിയുന്ന ആ ഹൃദയ സമാധാനത്തിൽ ദൈവം കാത്തു പരിപാലിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പ് നൽകുമ്പോൾ ദൈവത്തിന്റെ ഈ സാക്ഷ്യം ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ അടുത്തുള്ള ഈ വചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുവാനുള്ള ഉൾക്കാഴ്ച കിട്ടാത്തത് കൊണ്ടാണ്. അല്ലേ? മോശയുടെ ജീവിതത്തിൽ കയ്പുള്ള വെള്ളം തന്റെ മുൻപിലുണ്ട്, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്നാൽ ദൈവം പറഞ്ഞു കൊടുത്തു, ആ മരക്കഷ്ണം എടുത്ത് കമ്പെടുത്ത് വെള്ളത്തിലിടുക. ഇത്രയേ ഉണ്ടാവുകയുള്ളൂ. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 100 കൂട്ടം കാര്യങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ ആ പ്രശ്നത്തിന്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പാടില്ലെന്നേ. പക്ഷെ ആ ചുറ്റുവട്ടത്ത് തന്നെ അതിന് പരിഹാരമുണ്ടാകും. ഇത് കാണുവാനാണ് എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇവരുടെ കണ്ണുകളെ ഒന്ന് തുറന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം ഒന്ന് കാണിച്ചു കൊടുത്തേ, ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സംരക്ഷണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും അതിന്റെ നടുവിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിച്ചിട്ട് ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്കും ആ ഹൃദയദൃഷ്ടി പ്രകാശത്തിലേക്കും വരുമ്പോൾ നമ്മുടെ ആ പ്രശ്നത്തിനൊരു വിടതലും നമ്മുടെ ഹൃദയത്തിനൊരു ആശ്വാസമായി തീരുമെന്നേ. ഇത് ദൈവത്തിന്റെ വചനമാ പറയുന്നത്. മനസ്സിലായോ? അനേകം കാര്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാമല്ലോ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീരുന്നു. ആ വാക്യം POC ബൈബിളിൽ വായിക്കുമ്പോൾ അതിന്റെ ഒരു വാക്ക് മാത്രം അതിൽ നടത്തിയെടുത്ത് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി. ഇനി ആ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം
നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി, അതിന്റെ താഴേക്ക് വായിക്കാം 6-ാം വാക്യം. അവനെ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അപ്പോൾ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ എന്ത് ചെയ്തു? സമ്പന്നരാക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് പഠിപ്പിച്ചാൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി. ദൈവത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം പറഞ്ഞ ഈ സാക്ഷ്യം, ഈ സത്യസുവിശേഷം നമ്മൾ കേട്ടപ്പോൾ നിങ്ങളിൽ ഉറപ്പാക്കപ്പെട്ടതിന്റെ ഫലമായി എന്തൊക്കെയുണ്ടായി? താഴേക്ക് വായിക്കാം, ഒന്നുകൂടി വായിക്കാം. അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരായി തീർന്നുവെന്ന് ദൈവത്തിന്റെ സാക്ഷ്യം കേട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്, അല്ലേ? ദൈവവചനം കേൾക്കുമ്പോൾ ഇങ്ങനെ പരിജ്ഞാനത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ആ പൂർണ്ണ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മളൊരു പക്വമതികളായി തീരണമെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലായോ? നമുക്കൊരൊറ്റ വാക്യം കൂടി ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-7 വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ്, അവരുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരെ കൊന്നു എന്നാ പറയുന്നത്. അപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ എല്ലാ സമൂഹത്തോടും ദൈവം സാക്ഷ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ദൈവവചനത്തിന്റെ സത്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. ഈ കൃപാകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാപീഠകാലം തുടങ്ങുമ്പോൾ അവിടെ 2 സാക്ഷികൾ സാക്ഷ്യം പറയുകയാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഈ ദൈവത്തിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് സ്വീകരിച്ച് ഏറ്റെടുക്കുന്ന ഒരു പറ്റം രക്ഷിത ഗണത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ, ദൈവത്തിന്റെ സാക്ഷ്യം അതിനെ തള്ളിക്കളഞ്ഞ് ദൈവം പറഞ്ഞത് നുണയാണ്, ദൈവത്തെ അസത്യവാദിയാക്കിക്കൊണ്ട് നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ കൈക്കൊണ്ടവർക്ക് അനുഗ്രഹവും, അത് ഹൃദയത്തിൽ പ്രകാശമായി തീർന്നവർക്ക് അത് അനുഗ്രഹ കാരണമായി തീരുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ സാക്ഷ്യത്തെ തള്ളിക്കളയുകയും അതിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അത് വലിയ നഷ്ടങ്ങളിലേക്കും മാറ്റപ്പെടുന്നൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്ന സാക്ഷ്യം, ദൈവത്തിന്റെ വചനങ്ങളും സാക്ഷ്യങ്ങളും 7 ആവർത്തി ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണ് എന്നാണ് പറയുന്നത്. ഞാനൊരു റിഫൈനറിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ റിഫൈനറിയിൽ ഒരു പ്രാവശ്യം തന്നെ പ്രോസസ്സ് ചെയ്യുമ്പോൾ 99.9% അത് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. ഒരൊറ്റ പ്രാവശ്യം ശുദ്ധി ചെയ്താൽ മതി. എന്നാൽ ദൈവവചനം 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് വല്ലതും കൂട്ടാനോ കുറയ്ക്കുവാനോ മാനുഷിക ബുദ്ധിയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിക്കാണ് നമ്മൾ കളങ്കം ചാർത്തുന്നത്. ദൈവം പറഞ്ഞത് തെറ്റ്, ഞാനത് പരിഹരിച്ചു തരാം, ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളും സാക്ഷ്യങ്ങളും ഏറ്റെടുത്ത് അത് കൃത്യമായി അത് പാലിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്.